ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ സോന. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ കുറേ ആയില്ലേ ഒരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്തിട്ട്. പിന്നെ ഈ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലോങ് വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് തലേദിവസം ഞാൻ സദ്യക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. സാധാരണ എല്ലാ തവണയും നക്ഷത്രം വരാറ് വർക്കിംഗ് ഡേയ്സിലാണ്. അപ്പോൾ ഒന്നും സദ്യ ഒന്നും ഉണ്ടാക്കാറോ ആരെങ്കിലും ക്ഷണിക്കാറോ ഒന്നും ചെയ്യാറില്ല. നമ്മൾ മാത്രം ഒരു പായസം വെച്ചിട്ട് ആഘോഷിക്കുക ചെയ്യാറ്, കേക്കും കട്ട് ചെയ്തിട്ട്. പക്ഷേ പ്രാവശ്യത്തെ ബർത്ത്ഡേ വരുന്നത് സൺഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരു സദ്യയൊക്കെ വെച്ചിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ആഘോഷിക്കാന്ന് വിചാരിച്ചു. ഇത് തലേദിവസം തന്നെ ഞാൻ തുടങ്ങി. ഈ സദ്യക്ക് ഞാൻ അവിയൽ, കൂട്ടുകറി, പുളി, അതുപോലെ പച്ചടി, പൈനാപ്പിൾ പച്ചടി, സാമ്പാർ, പപ്പടം, പായസം. അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. തലേദിവസം അവിയൽ, പുളി, കൂട്ടുകറി ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടോ. ആദ്യം തന്നെ അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ട് കഴുകുകയാണ്. ഇതിൽ ഞാൻ ചേന, പച്ചക്കായ, ക്യാരറ്റ്, ബീൻസ്, മുരിങ്ങക്കായ ഇതൊക്കെയാണ് ഇട്ടത്. കയ്പ ഇട്ടിട്ടില്ല കേട്ടോ ഇത്തവണ. നന്നായിട്ട് കഴുകി വെള്ളമൊഴിച്ച് കഴുകിയിട്ട് അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചതാണ്. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുക്കറിൽ കറിക്കുള്ള കടല, ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അവിയലിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കണം. അതിനായിട്ട് കുറച്ച് തേങ്ങ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയുള്ളി, കുറച്ച് ജീരകം, പച്ചമുളക്, കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കരുത്. അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങേൻ്റെ അരപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അവിയലിലേക്ക് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നുകൂടെ മൂടി വെച്ചിട്ട് വേവിക്കണം. അതേ സമയത്ത് ഞാൻ അപ്പുറത്തടുപ്പിൽ പുളി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോഴേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ഉലുവയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി, 200 ഗ്രാം ഇഞ്ചി ഉണ്ട്, 10-20 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത്, അതിനനുസരിച്ചുള്ള പച്ചമുളകും കൂടെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇടയ്ക്ക് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം അതിലേക്ക് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടിയിട്ട് അധികം തിളയ്ക്കാൻ നിൽക്കാതെ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ടിട്ട് അവിയൽ ഇറക്കി വെച്ചിട്ടുണ്ട്. പുളിക്ക് വേണ്ടിയിട്ടുള്ള ചട്ടിയിൽ ഇഞ്ചി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാതെ നോക്കണം. അടുക്കി പിടിച്ചാൽ പുളീൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കൈവിടാതെ ഇളക്കുക. ഇഞ്ചി, ഉള്ളി ബ്രൗൺ നിറമായിട്ട് മൊരിഞ്ഞിട്ട് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എണ്ണ ഇങ്ങനെ തെളിയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇഞ്ചിയെല്ലാം ഇതുപോലെ നന്നായിട്ട് ബ്രൗൺ നിറമായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കായപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ശർക്കര പൊടിയും കൂടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ പുളി ഇറക്കി വെക്കുന്നുണ്ട്. ഇനി ഇത് ചട്ടിയിൽ തന്നെ ഇരുന്നിട്ട് നാളെ ആകുമ്പോഴേക്കും ഒന്നുകൂടെ കുറുകിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വന്നോളൂ കേട്ടോ. ഇനി അടുത്തതായിട്ട് കൂട്ടുകറീൻ്റെ പണിയിലേക്ക് കിടക്കണം. അതിനായിട്ട് ചേനയും വാഴയ്ക്കയും ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ലേശം കുരുമുളക് പൊടിയും കൂടെ ഇടുന്നുണ്ട്. ചേനയും വാഴയ്ക്കയും വെന്ത് വരുന്ന സമയം കൊണ്ട് അതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കുക. തേങ്ങയിലേക്ക് കുറച്ച് ജീരകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വെന്ത് വന്നിട്ടുള്ള വാഴയ്ക്ക ചേനയിലേക്ക് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് തേങ്ങ വേവിക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ശർക്കരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. അവസാനമായിട്ട് തേങ്ങ കുറച്ച് വറുത്തിട്ട് കൂട്ടുകറിയിലേക്ക് മിക്സ് ആക്കിയാൽ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോയി. പർത്തുബായി ശ്രീകൃഷ്ണ ടെമ്പിളിലേക്കാണ് പോയത്. തലേ ദിവസം തന്നെ സൂരജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 4 പേരും കൂടിയാണ് പോയത്. ഇവിടെ മോർണിംഗ് 6:30 to 7:15 ആണ് അമ്പലം ഓപ്പൺ. പിന്നത്തെ ടൈം വരുന്നത് 8:30 to 9:30 ആണ്. നമ്മളൊരു 8:30 ആകുമ്പോൾ ഇറങ്ങി ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് നമുക്ക് അവിടേക്ക് എത്താൻ പറ്റും.
പിന്നെ പാർക്കിംഗ് ഒക്കെ ഇട്ട് വേഗം തന്നെ അവിടേക്ക് നടന്നു. നോർത്ത് ഇന്ത്യൻ രീതിയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠയും അതുപോലെ പൂജയും എല്ലാം ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ. ഭയങ്കര ഒരു ഡിവൈൻ ഫീലാണ് ഈ വഴിയിലൂടെ ഒക്കെ നടക്കുമ്പോൾ. ഇവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളുണ്ട്. ചന്ദനവും കുങ്കുമവും എല്ലാം ഇവരിങ്ങനെ ഓരോ ഷോപ്പിലും ഇങ്ങനെ താളത്തിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യാനുസരണം എടുത്ത് തൊടാം കേട്ടോ. കുറച്ചുകൂടി മുന്നോട്ട് നടന്നാൽ ഈ ഒരു ഇടനാഴി അവസാനിക്കുന്നത് കടലിന്റെ വ്യൂ ഉള്ളൊരു ഏരിയയിലേക്കാണ്. ഇവിടെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. കുറെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് കേട്ടോ. ഇവിടെ വരുമ്പോഴൊക്കെ കണ്ടില്ലേ, എന്ത് രസമാണല്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. കടലും അതിനപ്പുറത്തെ വലിയ വലിയ ബിൽഡിങ്ങുകളുമായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്കിഷ്ടമാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ബോട്ട് സർവീസും ഉണ്ട് കേട്ടോ. നമ്മളവിടെ കുറച്ച് ടൈം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. ഇനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി പണികളൊക്കെ ഉണ്ട്. സദ്യൻ്റെ പ്രിപ്പറേഷൻസ്. ചേച്ചിയും അളിയനും മക്കളുമാണ് കേട്ടോ വരുന്നത്. അവര് ഉച്ചയ്ക്കത്തേക്കാണ് വരുക. അപ്പോഴേക്കും എൻ്റെ പണികളൊക്കെ തീർക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീടെത്തിയപ്പോഴേക്കും എല്ലാവർക്കും നന്നായിട്ട് വിശന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം തന്നെ ദോശയും സാമ്പാറും കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം 11 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോസ് എടുക്കാനൊന്നും എനിക്ക് നേരം ഉണ്ടായിരുന്നില്ല. പൈനാപ്പിൾ പച്ചടി വെച്ചു, ചോറ് വെച്ചു, ക്യാബേജ് തോരന്, പപ്പടം, രസം ഇതൊക്കെ ഉണ്ടാക്കിയപ്പോഴേക്കും അവർ വന്നു കേട്ടോ. പായസം ഉണ്ടാക്കാനുള്ള നേരമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചേച്ചീനെ അളിയനെയും വിളിച്ചത് ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഏട്ടനോട് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഏട്ടന് വലിയ ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും വരാനായിട്ട് 2 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഏട്ടൻ്റെ രണ്ടാമത്തെ ചേച്ചിയും അളിയനും മക്കളുമാണ്. ഇവർ സ്റ്റേ ചെയ്യുന്നത് ഷാർജയിലാണ്. ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് ഏട്ടൻ ഉറങ്ങിയതാട്ടോ. പിന്നെ ഇവർ വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ഏട്ടൻ എഴുന്നേറ്റത്. പായസം ആവാത്തതുകൊണ്ട് ഇനി സദ്യ കഴിച്ചിട്ട് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ നേരെ കേക്ക് കട്ട് ചെയ്യാൻ പോയി. ഇതിപ്പോൾ ഉണ്ടായതെന്താണെന്ന് വെച്ചാൽ നമ്മളെ പാർട്ടി പോപ്പേഴ്സ് അത് അറിയാലോ, പൊട്ടിക്കാൻ നോക്കിയാൽ കറക്റ്റ് ടൈമിൽ പൊട്ടില്ല. അപ്പം അത് പൊട്ടുന്ന സമയം നോക്കിയിട്ട് ഏട്ടൻ കേക്ക് കട്ട് ചെയ്തതാണ് കേട്ടോ. പക്ഷേ ഞാന് ആ ഒരു പീസ് നിങ്ങളെ കൊണ്ട് എല്ലാരും കൂടി വീട്ടിട്ടില്ലേ. വേഗം ഉണ്ടാകണമെങ്കിൽ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇലയിട്ട് സദ്യ വിളമ്പി. സദ്യ എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ പായസം ഉണ്ടാക്കി. സേമിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. സേമിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് എല്ലാവരും പായസമൊക്കെ കുടിച്ച് ഒരു മൂവിയൊക്കെ ഇട്ട് കണ്ടിരുന്ന്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് പോകാനുള്ള സമയമായി. അവർ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുവാണ്. അങ്ങനെ അവരും പോയി. ഇനിയിപ്പോൾ സൂരജും ഇപ്പോൾ പോവും. എന്ന് വെച്ചാൽ നാളെ ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് ദൈവം സഹായിച്ചിട്ട് ഒരു കുഴപ്പമില്ലാതെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.